റഹിമഹുല്ല മുഹദ്ദിസീങ്ങളുടെ നേതാവാണ്. മഹാനവറുകളുടെ അടുക്കൽ വന്നിട്ട് ആരോ ഒരു മസ്അല ചോദിച്ചു. അപ്പൊ പറഞ്ഞു അഹ്ലുൽ ഇൽമിനോട് പോയി ചോദിക്കാൻ. സദസ്സിൽ അഹ്മദ് ബിൻ ഹംബലാണ് ഇരിക്കുന്നത്. യഹ്യ ബിൻ മുഈൻ, അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെയൊക്കെ ഉസ്താദാണ് യസീദ് ബിൻ ഹാറൂൻ. യസീദ് ബിൻ ഹാറൂനിനോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൽമല്ലേ? യസീദ് ബിൻ ഹാറൂൻ റഹിമഹുല്ല പറയുന്നു, അൽ ഇൽമു ഇൽമു അബി ഹനീഫ. മുഹദ്ദിസീങ്ങളുടെ തലതൊട്ടപ്പൻ എന്ന് വിശദീകരിക്കാൻ പറ്റുന്ന യസീദ് ബിൻ ഹാറൂൻ റഹിമഹുല്ല പറയുന്നു, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇൽമാണ് ഇൽമ്. യഹ്യ ബിൻ സഈദുൽ ഖത്താൻ റഹിമഹുല്ല വലിയ മുഹദ്ദിസാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അഖദ്നാ ബി അക്സരി അഖ്വാലിഹി, ഇമാം അബൂ ഹനീഫയുടെ അധിക ഖൗലുകളും ഞങ്ങൾ എടുക്കും. അപ്പം അതുകൊണ്ട് നമ്മളും ചെയ്യുന്നത് അവരും ചെയ്യുന്നത് ഏകദേശം ഒരേ ജോലിയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല അദ്ദേഹം ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഇത് നമുക്ക് ക്രോഡീകരിച്ചു തന്നു, ഇത് നമുക്ക് പറഞ്ഞു തന്നു. അത് നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. ഈ പറയുന്ന ആളുകൾ അവരുടെ ഉസ്താദുമാര് പറയുന്നതനുസരിച്ച് അവർ ചെയ്യുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. മുൻഗാമികളായ ആളുകൾ അവർക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലയ്ക്ക് കിട്ടിയ അധികവും സുനായിയായ റിവായത്തുകളാണ്, അല്ലെങ്കിൽ നേരിട്ട് സഹാബാക്കളിൽ നിന്ന് കിട്ടിയ റിവായത്തുകളുണ്ട്, ഒരൊറ്റ വാസിത്തയോടുകൂടി കിട്ടിയ റിവായത്തുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസിൽ ളുഅഫുകൾ വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, മുൻഗാമികൾ അവരെ പിൻപറ്റുന്നതാണോ, അതല്ല ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഇൽമില്ലാത്ത ആളുകളെ പിന്തുടരുന്നതാണോ ശരി? പിന്നെ എന്താ ഒരു കുഴപ്പം? ഈ പറയുന്ന ആളുകൾ അവർ തോന്നുമ്പോൾ ഓരോ വിഷയത്തിൽ ഓരോ മദ്ഹബാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ല തന്നെ പറയുന്നു അത് പാടില്ലാത്തതാണ്. وفي وقت يقلدون من يفسده وفي وقت يقلدون من يصححه بحسب الغرض والهوى ومثل هذا لا يجوز باتفاق الامه. മജ്മൂഉ الفتاوى ഇബ്നു തൈമിയ്യ പറഞ്ഞത്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയാൻ സമയമില്ല, അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യയുടെ ഇബാറത്തുകൾ തന്നെ പറയുന്നത്. ഇബ്നു തൈമിയ്യയാണ് പറഞ്ഞത്, തോന്നുമ്പോൾ ഒരാളെ പിൻപറ്റും, പിന്നെ തോന്നുമ്പോൾ അപ്പുറത്ത് പോകും. 2 കൊല്ലം ഒരു ഗ്രൂപ്പിൽ നിൽക്കും, 3-ാമത്തെ കൊല്ലമാകുമ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയിട്ട് ഞങ്ങൾക്ക് അത് മതി എന്ന് പറയും. 4-ാമത്തെ കൊല്ലം ഈ 2 ഗ്രൂപ്പിൽ നിന്നും കുറച്ച് ആളുകളെ വെച്ചിട്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത് മതി എന്ന് പറയും. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല പറയുന്നു, ലാ യജൂസു ബി ഇത്തിഫാഖിൽ ഉമ്മ, ഉമ്മത്തിന്റെ ഐക്യകണ്ഠേന അഭിപ്രായം ഇത് അനുവദനീയമല്ല.